SSLC റിസൾട്ടിൻ്റെ പോസ്റ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അതിൻ്റെ മെസ്സേജുകളും സന്തോഷത്തിൻ്റെ പങ്കുവെക്കലുകളൊക്കെയാണല്ലോ അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ അത് ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് അതിൻ്റെ റിസൾട്ട് അവരുടെ കൈകളിലേക്ക് ഇങ്ങനെ ഒരുപാട് A+കളൊക്കെ ആയിട്ട് വരുമ്പോണ്ടാവുന്നൊരു സന്തോഷം, അത് അവർക്ക് ആരുമായിട്ടാണ് അത് അവർക്ക് ഏറ്റവും കൂടുതൽ ഹൃദയബന്ധമുള്ളവരുമായിട്ട് പങ്കുവെക്കാൻ അവരുടെ ഹൃദയം തുടിക്കുന്നത്. അത് അവരുടെ ഉമ്മമാരുമായും അവരുടെ ഉപ്പമാരുമായും അവരുടെ അച്ഛനമ്മമാരുമായിട്ടാണ് അല്ലേ. അവരോടങ്ങ് പങ്കുവെക്കുമ്പോൾ അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയൊക്കെ അങ്ങനെ അവരെ ഹൃദയത്തോട് മാറോടങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ കണ്ണിൽ നിന്നൊരുത്തി കണ്ണിനീര് എൻ്റെ പൊന്നു മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അഭിമാനം നൽകിയ നിമിഷങ്ങളായി പോയല്ലോ എന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ള നല്ല പ്രചോദനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാക്കുകളങ്ങ് കൈമാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയൊരു സന്തോഷ നിമിഷം നമുക്ക് നൽകാനില്ല. പല ആളുകളും ജീവിതത്തിൻ്റെ പല വിജയങ്ങളിലേക്ക് ചേക്കേറിയതും ഇത്തരം നല്ല പോസിറ്റീവ് സ്ട്രോക്കുകളായിട്ടുള്ള നല്ല നല്ല പ്രചോദനത്തിൻ്റെ വാക്കുകളാണ്. തീർച്ചയായിട്ടും അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് മാർക്ക് കുറഞ്ഞ മക്കളോടും, അതും നമ്മുടെ മക്കളല്ലേ, നമ്മുടെ പൊന്നുമക്കളല്ലേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു എക്സാമിൻ്റെ സാഹചര്യത്തിൽ അവിടെ ചില രൂപത്തിൽ വേണ്ട രൂപത്തിൽ പ്രക്ഷോഭിക്കാൻ കഴിഞ്ഞില്ല, വേണ്ട രൂപത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതിയിട്ട് നമ്മുടെ മക്കൾ അത് അവരുടെ ജീവിതത്തിൻ്റെ വഴികളിൽ എല്ലായിടങ്ങളിലും അവർ പരാജിതരായി പോകുന്നു എന്നാണോ? അല്ലല്ലോ. അവർക്കുള്ള അവസരങ്ങൾ ഇനിയും ഒരുപാട് കിടക്കില്ലേ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ A+ കിട്ടിയില്ല, അല്ലെങ്കിൽ B കിട്ടിയില്ല, B+ ആയി, അങ്ങനെ മാർക്ക് കുറഞ്ഞു എന്ന് കരുതി മറ്റ് മേഖലയിൽ അവർക്ക് കഴിവില്ലാത്തവരാണോ? അല്ല, അവർ നമ്മുടെ പൊന്നുമക്കളല്ലേ. എന്നെ ഒരു കണ്ടീഷൻ ലവ് ആയിട്ടാണോ എൻ്റെ ഉമ്മയും ഉപ്പയും കാണുന്നത് എന്നുള്ളൊരു ധാരണ ആ പൊന്നുമക്കൾക്ക് വന്നാൽ, റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ മാർക്ക് കുറഞ്ഞു പോകുമെന്നുള്ള ആധിയിൽ ആത്മഹത്യ ചെയ്തെന്നുള്ള റിപ്പോർട്ട് കണ്ടില്ലേ? എല്ലാ വർഷവും നാം കേൾക്കുന്നുണ്ടല്ലോ. ആ പൊന്നുമക്കൾക്ക് അവരുടെ സ്കൂളിൽ അവരുടെ വേണ്ടപ്പെട്ട അവരുടെ കൂട്ടുകാർക്കിടയിൽ ചിലപ്പോൾ മാർക്ക് കുറയുമ്പോൾ എങ്ങനെ വന്നാലും മാർക്ക് കുറഞ്ഞവരാണല്ലോ എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിലുണ്ടാകുമ്പോഴും, സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴും ചർച്ചകൾ ചെയ്യുമ്പോഴും അവിടെയും അത്ര കണ്ട് മാർക്ക് എനിക്കില്ലല്ലോ എന്ന് പറയുമ്പോഴും, കുടുംബങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്ന സമയത്തും അപ്പോഴും ആ പൊന്നുമക്കളെ മനസ്സിൽ അവർക്ക് തുടിക്കുന്ന ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അവരെനിക്ക് വേണ്ടുവോളം നൽകും, അവരെന്നെ തഴയില്ല, അവരെന്നെ ഈ കിട്ടിയതിനെ തന്നെ എത്രയോ വലുതായി എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നോട് സന്തോഷവും സ്നേഹവും പങ്കുവെച്ച് ഒരുപാട് വേണ്ടുവോളം പ്രചോദനങ്ങൾ നൽകി ശേഷം എനിക്ക് പ്രചോദനമായിട്ട് വേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് എനിക്കിഷ്ടപ്പെടുന്ന രൂപത്തിൽ, എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കത് മനസ്സിലാക്കി തരുന്ന രൂപത്തിൽ എനിക്ക് പ്രചോദനമാകുമെന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷയാണ് ആ മക്കൾക്ക് നമ്മളിലുള്ളത്. രക്ഷിതാക്കളായ നാം ഓരോരുത്തരിലും നമ്മുടെ മക്കൾക്കുള്ളത്. ആ പ്രതീക്ഷകൾ നാം കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള സ്നേഹപ്രകടനങ്ങളാക്കി മാറ്റരുത് എന്നുള്ളതാണ്. ഈ രണ്ട് ഘട്ടത്തിലും ഒരുപാട് A+ വാങ്ങിയ കുട്ടിക്കും മാർക്ക് കുറഞ്ഞ കുട്ടിയോടും ഒരേപോലെ തന്നെ വളരെ സന്തോഷത്തോടെ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് അവരെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ക്വാളിഫിക്കേഷനിലേക്ക് നമ്മുടെ മക്കൾ SSLC + 2 ആവുന്നതിനേക്കാൾ മുമ്പേ രക്ഷിതാക്കൾ ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. പലയിടങ്ങളിലും ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി തന്നെയാണ് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് SSLC ഫെയിലിയറായി. പക്ഷേ അവൻ്റെ മുന്നിൽ ഒരു സമയത്ത് എനിക്ക് ഈ വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു പരിഹാരം എൻ്റെ മുന്നിലില്ല ഇതല്ലാതെ എനിക്ക് മറ്റൊരു ഓപ്ഷനില്ല എന്നുള്ളൊരു ചിന്ത ഒരു സ്പാർക്കായിട്ട് അങ്ങ് കയറിയപ്പോൾ ആ കോളേജിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സാവുന്ന അവനായി മാറി. സലീം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിന് പക്ഷേ വീഡിയോ കേൾക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഷമീർ എന്ന് പറയുന്ന മറ്റൊരു മേഖലയിൽ നന്നായി പഠിക്കുകയും ശ്രമം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ആ പഠനത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് SSLCയിലേക്ക് എടുത്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം ഫെയിലായിട്ടുള്ള ആൾ 4ാമത് പാസ്സായി.
അതിൽ 3ാമത് പാസ്സായി. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഫെയിലായെങ്കിലും 3rd അറ്റംപ്റ്റിലാണ് പാസ്സായി. നല്ല മാർക്കോടുകൂടി പാസ്സായി. പറഞ്ഞു വന്നത്, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടാത്ത MIT IITയിലെ ഫാത്തിമ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി സൂയിസൈഡ് ചെയ്ത റിപ്പോർട്ട് ഞാൻ വായിച്ചല്ലോ. ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലേ, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. ഒരുപക്ഷെ SLC പേപ്പറിലൊക്കെ സബ്ജക്റ്റുകളിലൊക്കെ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യണ്ടേ. അത് വെറുതെ എഴുതി മാർക്ക് നേടാവുന്ന രൂപത്തിലേക്കുള്ള ഒരു സബ്ജക്റ്റാക്കി മാറ്റാതെ SLCയോടൊപ്പം തന്നെ 8th 9th 10th സ്റ്റാൻഡേർഡിൽ മെല്ലെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ഇത്തരം പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ആഡ് ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും 4ാമത്തെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യപ്പെടുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിലേക്കും ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ മക്കൾക്ക് നാമാണ് ഏറ്റവും വലിയ പ്രതീക്ഷയാവേണ്ടത്. നാം കൊടുക്കുന്ന ഏറ്റവും നല്ല സ്നേഹവും സന്തോഷവും പ്രതീക്ഷയുടെ നല്ല വാക്കുകളുമാണ് അവർക്കൊരുപാട് വഴിദൂരങ്ങൾ സഞ്ചരിക്കാനുള്ള പ്രചോദനവും ഊർജവും ആവേശവും സന്തോഷവും നൽകുന്നത്. അങ്ങനെ നമ്മുടെ മക്കൾ എല്ലാവരും ഒരുപാട് ഉയരങ്ങളിലേക്കെത്തി നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി വളർത്താൻ സാധിക്കട്ടെ, വിജയിപ്പിക്കട്ടെ.